2019 ഓഗസ്റ്റ് മുതൽ തിരുവാഭരണ കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. ശ്രീ GR രാധാകൃഷ്ണൻ, അവിടെ നടന്നത് വളരെ കൃത്യമായി അങ്ങയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2019 അങ്ങ് ചുമതല ഏറ്റെടുക്കുമ്പോൾ അവിടെ കണ്ടത് എന്താണ്? 2019 ഓഗസ്റ്റ് മാസമാണ് ഞാനിവിടെ ചാർജ് എടുക്കുന്നത്, 5-ാം തീയതി. അന്ന് ചാർജ് എടുത്തതിന് ശേഷം ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജൂലൈ മാസത്തിൽ ഇത് ഇപ്പോഴത്തെ ന്യൂസ് അനുസരിച്ചാണ് ഇത് അറിയുന്നത്. ജൂലൈ മാസം 19-ാം തീയതി 20-ാം തീയതി ആയിട്ടാണ് ഇത് ഇളക്കി കൊടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ അല്ലാതെ ഞാൻ നോർമലി സർവീസിൽ അവിടെ ചെന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ഞാൻ എൻ്റെ വർക്ക് തുറന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഓഗസ്റ്റ് 28-ാം തീയതിയാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇങ്ങനെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ ഈ ചെമ്പ് പാളികൾ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം അവിടെ ഈ സ്വർണം പൂശലിൻ്റെ നടപടിക്രമങ്ങളാണ് ചെയ്യുന്നത്. അപ്പം അതിന് സ്വാഭാവികമായിട്ടും എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് ഞാൻ ഇവിടുന്ന് ചെന്നൈയിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിൻ്റെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പിന്നെ ഞാൻ, എൻ്റെ ഓഫീസിലെ സൂപ്രണ്ട്, സ്മിത്ത്, എല്ലാവരും അവിടെ പ്രസൻസാണ്. അപ്പോൾ അവരുടെ പ്രസൻറ്റിലാണ് ഈ സാധനങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു 14 പീസുള്ള ചെമ്പ് പാളികളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഈ കിട്ടിയിരിക്കുന്ന ചെമ്പ് പാളി നമ്മൾ തൂക്കി നോക്കും. അത് തൂക്കി അതിൻ്റെ വെയിറ്റ് എടുത്ത് മകസർ തയ്യാറാക്കി വച്ചതിന് ശേഷം ഇത് നമ്മൾ ഇപ്പോൾ അവിടെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവർ നമ്മുടെ സാന്നിധ്യത്തിൽ അത് ഇലക്ട്രോ പ്ലേറ്റ് ചെയ്ത് അടുത്ത ദിവസം 30-ാം തീയതി നമുക്കിത് തിരിച്ചു തരും. അപ്പോൾ തിരിച്ചു തരുമ്പോൾ നമ്മളത് വീണ്ടും തൂക്കുന്നു. അപ്പോൾ അങ്ങനെ തൂക്കി അതിൻ്റെ വെയിറ്റും എടുത്ത് അത് മകസറിൽ എൻ്റർ ചെയ്ത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുന്നു. ആ ഡിഫറൻസാണ് അതിനകത്ത് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതായി പറയുന്ന സ്വർണം. അപ്പോൾ ആ സ്വർണം അതും ഇത്ര ഗ്രാം എന്നുള്ള സ്വർണം അതിനകത്ത് രേഖപ്പെടുത്തി നമ്മൾ മകസർ ക്ലോസ് ചെയ്ത് നമ്മുടെ ഡ്യൂട്ടി തീർന്നിട്ട് നമ്മൾ അന്ന് തന്നെ ഇങ്ങ് തിരിച്ചു പോരുന്നു. അതാണ് യഥാർത്ഥത്തിൽ അന്ന് നടന്ന സംഭവം. അപ്പം പക്ഷേ ഇത് ഇപ്പോൾ ഈ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും എല്ലാം വരുന്ന വാർത്തകൾ അനുസരിച്ചും ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏതൊരു സാധനമായിരുന്നു, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ലെന്നുള്ളതാണ്. അതായത് നമ്മുടെ മാനുവലിൽ, ഞാൻ നേരത്തെ പല ചാനലുകളിലും പറഞ്ഞതാണ്, മാനുവലിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ചാപ്റ്റർ, അതായത് മാനുവൽ 1 ചാപ്റ്റർ 11 നമ്മൾ 38-ാമത്തെ പാരഗ്രാഫായിട്ട് വളരെ വ്യക്തമായിട്ട് വിത്തിൻ ദ പെർമിസസ് ഓഫ് ദേവസ്വം, ഏത് കൺസേൺഡ് ദേവസ്വം, ആ ദേവസ്വത്തിൽ വെച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു ഓർഡർ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്ത് സ്റ്റാറ്റ്യൂട്ട് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാറ്റ്യൂട്ട് ആക്കിയിട്ടുള്ള ഒരു ഓർഡർ ഈ ബോർഡിന് റിപ്പോർട്ട് കൊടുത്തത് ഉദ്യോഗസ്ഥന്മാരാണ്. ഇന്നതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു അപേക്ഷ തന്നിട്ടുണ്ടെന്നും ആ അപേക്ഷ പ്രകാരം അങ്ങേർക്ക് അനുവാദം കൊടുക്കണമെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ കമ്മീഷണർ കൊടുക്കുന്നു, കമ്മീഷണർ അതേപോലെ ബോർഡിന് കൊടുക്കുന്നു. ബോർഡ് അപ്പോൾ ഈ വന്ന വഴികളിലൊന്നും ഈ ഓർഡറിനെ കുറിച്ച് ആർക്കും ഒരു ജ്ഞാനവും ഇല്ലെന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധനം കൊണ്ടുപോകാൻ പാടില്ല, പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല, അത് വയലേഷൻ ഓഫ് റൂളാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ട് ഇരിക്കുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി അതിനെ ചെയ്യാൻ പറ്റില്ല. അവിടെ തന്നെ തെറ്റാണ്, ആ സംഗതി തന്നെ തെറ്റാണ്. അപ്പോൾ അത് പ്രകാരം ഈ ഓർഡർ ഇറക്കി. അത് മാത്രമല്ല, ആ ഓർഡറിനകത്ത് പറയുന്നത് ഒരു തേർഡ് പാർട്ടിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് ഏൽപ്പിക്കാൻ പറയുകയാണ്. തൂക്കി നോക്കിയിട്ട് അതിൻ്റെ വെയിറ്റ് എടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ സ്വീകരിച്ച് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണം പൂശുന്നതിന് വേണ്ടി ഏൽപ്പിക്കാൻ പറയുകയാണ്. അപ്പോൾ സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ട് തിരുവാഭരണ കമ്മീഷണർ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അത് തിരിച്ചു വരുമ്പോൾ തിരുവാഭരണ കമ്മീഷണർ വേണ്ട, ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരെ ചേർന്ന് അത് ഫിക്സ് ചെയ്യുന്നതിന് നടപടി എടുത്തോളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഓർഡർ 5/7/2019 90-97/18 അപ്പോൾ ആ ഓർഡർ 2 തരത്തിൽ. ശ്രീ RG രാധാകൃഷ്ണൻ, ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ ഈ 98-ലാണല്ലോ വിജയ് മല്യ ശ്രീകോവിലും മേൽക്കൂരയും ദ്വാരപാലക ശില്പങ്ങളും ഉൾപ്പെടെ 18 കോടി രൂപ ചെലവിൽ 30.3 കിലോ സ്വർണം പൊതിഞ്ഞ് നൽകുന്നത്.
സ്വർണം പൂശി നൽകുകയല്ല, പൊതിഞ്ഞു നൽകുകയാണ് ചെയ്തത്. 99-ലാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഈ സ്വർണം പൊതിയുന്ന പ്രക്രിയയൊക്കെ ഉണ്ടായതെന്നാണ് രേഖകൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട 98-ലെ മഹസറോ രജിസ്റ്ററോ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ടോ? അങ്ങ് കണ്ടിട്ടുണ്ടോ അത്? അല്ല, ഇപ്പോൾ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇപ്പം ഇതിനകത്ത് വേറെയും ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ 11ാമത്തെ റൂളിന് മുമ്പ് 10ാമത്തെ ഒരു റൂളുണ്ട്. ആ റൂളെന്ന് പറയുന്നത്, നമ്മുടെ ക്ഷേത്രത്തിൽ വിജയമല്യല്ല, ഇനി ഏത് കോടീശ്വരനായിരുന്നാലും ശരി, ഒരു സാധനം, അതായത് ഗോൾഡോ സിൽവറോ എന്തായിരുന്നാലും ശരി, അതിനകത്ത് സ്ഥായിയായി അവിടെ പൂശി ഇപ്പം വെച്ചിരിക്കുകയാണല്ലോ. ശ്രീകോവിലും എല്ലാം കഥവും എല്ലാം പൂശിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പൂശിയിട്ടുണ്ടെങ്കിൽ അത് എത്ര ഗ്രാം സ്വർണം അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതിന് രസീത് നമ്പർ 3 കൊടുത്തിരിക്കണമെന്നുള്ളതാണ്. അത് ഈ 10ാമത്തെ ചാപ്റ്ററിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ദേവസ്വത്തിൽ കിട്ടുന്ന റെസീറ്റിന്, അതായത് ഇതുപോലുള്ള ഉരുപ്പടികൾക്ക് കൊടുക്കുന്ന ഒരു റെസീറ്റ് നമ്പറാണ് ഫോം നമ്പർ 3. ആ 3 പ്രകാരം ഒരു റെസീറ്റ് കൊടുത്തിരിക്കണം. ഒന്നത്, ആ റെസീറ്റും പ്രകാരം രജിസ്റ്റർ നമ്പർ 2-ൽ അത് എൻട്രി ചെയ്തിരിക്കണം. ആ രജിസ്റ്ററിൽ ചെയ്യുന്ന എൻട്രി പരിശോധന നടത്തി അത് എവിടെയാണോ ചേർക്കേണ്ടത്, അതായത് ഇപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം, സ്വർണത്തിനെ സംബന്ധിച്ചിടത്തോളം അത് 4ാം നമ്പർ രജിസ്റ്ററിലാണ് ചേർക്കേണ്ടത്. ആ രജിസ്റ്ററിൽ ചേർക്കണമെന്നുള്ള ഒരു വ്യവസ്ഥ അതിൻ്റെ ഹെഡ് ഓഫ് ദ ടെമ്പിൾ, അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹം അതിനകത്ത് എൻട്രി ചെയ്തിരിക്കണം, എൻട്രി ചെയ്ത് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം, 4ാം നമ്പറിൽ ചേർക്കണം. അതിൻ്റെ ബേസിലാണ് ഈ റെസീറ്റ് നമ്പർ ഉൾപ്പെടെ ആ 4ാം നമ്പർ രജിസ്റ്ററിൽ ഇത് ചേർത്ത് അതിൻ്റെ തൂക്കവും അളവും. ഇപ്പോൾ ഇതിനകത്ത് 14 പീസാണെങ്കിൽ 14 പീസായിട്ട് തന്നെ ചേർക്കണം. അതല്ല വിജയമല്യം മൊത്തം തൂക്കിയത് ഏതൊക്കെ പാർട്ടുകളിലാണോ പ്രത്യേകം തൂക്കി ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ആ രജിസ്റ്ററിനകത്തും എഴുതണം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് മാത്രമേ ഈ ഒരു സാധനം ഇളക്കിയെടുക്കുമ്പോഴും തിരിച്ചു വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുമ്പോഴും കൂടുതൽ കുറവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത് ചേർത്തിരുന്നു എന്ന് വരികിൽ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഇടവരില്ലായിരുന്നു. അപ്പോൾ അത് ചേർത്ത് അതിനകത്തുനിന്ന് അപ്പോൾ ആ സാധനം ചേർത്തല്ലോ, ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് മിച്ചം വരുന്ന സാധനം ഉണ്ടെങ്കിൽ മിച്ചം വരുന്നത് എത്രയാണെന്ന് അതിനകത്ത് എഴുതണം. കൂടുതലായിട്ടുണ്ടെങ്കിൽ കുറവായിട്ടുണ്ടെങ്കിൽ കുറവായിട്ട് എത്ര, ഇത് എഴുതിയതിന് ശേഷം ഈ സാധനം അപ്പോൾ ഒരു ഭക്തൻ കൊണ്ടുവന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ സാധനമാണ്, ഇതിപ്പോൾ അവിടെ ഫിക്സ് ചെയ്തുകൊണ്ട് സായിയായിട്ടിരിക്കുന്നു. അല്ലാത്തൊരു സാധനമാണെങ്കിൽ ഇപ്പോൾ ഡോറി തന്നെ അഡീഷണൽ ആയിട്ട് ചെയ്തു കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്റ്റർ നമ്പർ ഇട്ട് ആ 4ാം നമ്പർ ചേർക്കുന്ന സാധനം ഇതിൽ എഴുതിയാൽ മാത്രമേ സ്ട്രോങ് റൂമിനകത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് റൂമിൽ എഴുതുന്ന മകസറിനകത്ത് ഈ നമ്പർ ഉൾപ്പെടെയാണ് അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് പരിശോധിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ പലരും പറയുന്നത് അത് ചേർത്തിട്ടില്ലെന്നാണ്. ചേർത്തിട്ടില്ലെങ്കിൽ അതീവ ഗുരുതരമാണ്. ആ ഗുരുതരമെന്ന് പറയുന്നത് ഇത് ചേർക്കാതിരുന്നത് എന്തോ ദുരുദ്ദേശം കൊണ്ടാണ് അവിടെ മുതൽ ഈ സ്വർണ്ണ കവർച്ചയ്ക്കുള്ള ഒരു കളം ഒരു സ്വർണ്ണ കവർച്ചയ്ക്കുള്ള കളം ഒരുങ്ങുകയാണ് എന്നത് വളരെ കൃത്യമാണ്. അതെ, ഈ മഹസറും രജിസ്റ്ററും കാണാനില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അത് കണ്ടതായി ആരും പറയുന്നുമില്ല. മറ്റൊന്ന്, 2019-ലെ മഹസറിലും രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഉള്ളത് ചെമ്പ് പാളിയാണ്, സ്വർണ്ണപ്പാളിയല്ല, ചെമ്പ് പാളിയാണ്. അപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ് നൽകിയത് 5 കിലോയോളം വരുന്ന സ്വർണ്ണമാണ്. 2.5 കിലോ വീതം. ഇന്നലെ UB ഗ്രൂപ്പിന്റെ ആ പ്രതിനിധി സെന്തിൽനാഥൊക്കെ ഇക്കാര്യം വളരെ വിശദമായി പറഞ്ഞതാണ്. അപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണമാണ്, ഈ സ്വർണ്ണപ്പാളികളാണ് 2019-ൽ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത് എന്നത് വളരെ വ്യക്തമല്ലേ ശ്രീ RG രാധാകൃഷ്ണൻ? അല്ല, ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇപ്പോൾ 5 കിലോ അല്ല, 2 കിലോ അല്ല, 3 കിലോ അല്ല, എന്തായിരുന്നാലും അതിനകത്ത് സ്വർണം തന്നെ പൂശിയിട്ടുണ്ടെന്നുള്ളതിന് എന്താ രേഖ ഇരിക്കുന്നത്? രേഖ ഇല്ലല്ലോ, അവിടെ രേഖ ഇല്ലല്ലോ. ആ രേഖ എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു രജിസ്റ്ററോ രസീത് ബുക്കോ നശിപ്പിക്കപ്പെടാൻ പറ്റൂല.
അതായത് ക്ഷേത്രങ്ങളിൽ വരുന്നത് ഇന്നു മുതലല്ല. 1950 ഈ ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ച് രൂപീകൃതമായപ്പോൾ അന്ന് മുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു രജിസ്റ്ററാണിത്. വളരെ പ്രധാനപ്പെട്ട ഈ പറയുന്നവരാരും ആ രജിസ്റ്ററിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നില്ല. എത്രയോ പരിശോധനാ ഉദ്യോഗസ്ഥന്മാർ അത് പരിശോധിക്കുന്നു. എത്രയോ ചാനലുകളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ആ രജിസ്റ്റർ കണ്ടോ? ആ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ടോ? 99-ലെ രജിസ്റ്ററിൽ എന്താണ് പറയുന്നതെന്ന് ഹൈക്കോടതി ആവർത്തിച്ച് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ മറുപടി ഉണ്ടായില്ല. അപ്പൊ ആ രജിസ്റ്റർ നശിപ്പിക്കാൻ പറ്റൂല. ആ രജിസ്റ്റർ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റൂല. കാരണം അന്ന് മുതലുള്ള കംപ്ലീറ്റ് ഗോൾഡ് സിൽവർ സാധനങ്ങളുടെ വെയിറ്റ് സഹിതം എഴുതി അതിനകത്ത് വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ സാധനം എടുത്ത് മാറ്റി വേറൊരിടത്തോട്ട് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ അത് കുറവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുമ്പോഴോ എടുത്ത് അത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമാണ് ആധികാരികം. ഫയലുകൾ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കാം, ഫയലുകൾ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ മാഞ്ഞു പോയെന്നിരിക്കാം. പക്ഷേ ഈ രജിസ്റ്റർ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. അത് തീർന്നു കഴിഞ്ഞാൽ അതിന് കണ്ടിന്യൂഷനായിട്ട് അടുത്ത രജിസ്റ്റർ ഓപ്പൺ ചെയ്തിരിക്കണം. അത് വിത്ത് ദ കൺസേൺഡ് സിഗ്നേച്ചർ ഓഫ് തിരുവാഭരണം കമ്മീഷണർ. അപ്പോൾ ആ പ്രോസസ്സ് ഒരിക്കലും നമുക്ക് ആ രജിസ്റ്റർ ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ആ രജിസ്റ്ററും ഈ രസീതും ഇത് നശിപ്പിക്കപ്പെടാൻ പറ്റാത്തതായതുകൊണ്ട് അത് പരിശോധിച്ച് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തത വരുത്തണം. അതാരും പറയുന്നില്ലല്ലോ. അതെന്താ പറയാത്തത്? അത് ആധികാരികമായ ഒരു രേഖയല്ലേ? അതിനെക്കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. ഒരു ചാനലിൽ ഞാൻ പറഞ്ഞു കേട്ടില്ല. അത് ശരിയല്ലേ? അതാണ് വളരെ കൃത്യമായി മറുപടി വേണ്ട ഒരു വിഷയം. കാരണം അതിൽ വളരെ കൃത്യമായി 30 കിലോയിലധികം സ്വർണത്തിൻ്റെ ഒരു കണക്ക് വരുമല്ലോ. 2019 ഇത് ചെമ്പുപാളിയാകുന്നത് എങ്ങനെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ വളരെ കൃത്യമായി ആ രജിസ്റ്റർ എവിടെയാണ്, ആ രസീത് എവിടെയാണ് എന്നതൊക്കെ വളരെ കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്.